UG നമ്മൾ ഇന്ത്യയിൽ ചെയ്യുന്നതാണോ അതോ ഫോറിൻ കൺട്രീസിൽ പോയിട്ട് ചെയ്യുന്നതാണോ നല്ലത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഒരു ജനറൽ ഉത്തരവില്ല. എന്നാൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ അണ്ടർ ഗ്രാജുവേഷൻ എന്ന് പറയുമ്പോൾ 12ാം ക്ലാസ്സിന് ശേഷം നമ്മൾ പോയി ചെയ്യുന്നതാണേ. ഇത് ചെയ്യാനായി ഒരു ഫോറിൻ കൺട്രിയിലേക്ക് പോകാനുള്ള ഒരു പാകതയും പക്വതയും ഒക്കെ നിങ്ങളുടെ കുട്ടിക്കുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കുക. രണ്ടാമത്തത്, നിങ്ങളുടെ കുട്ടിയെ ഒരു ഫോറിൻ കൺട്രിയിൽ വിട്ട് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി നിങ്ങൾക്കുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തെ ഏതെങ്കിലും ഒരു കോളേജിൽ വിട്ട് അണ്ടർ ഗ്രാജുവേഷൻ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ കുട്ടിയെ ഫോറിൻ കൺട്രിയിലേക്ക് വിടുകയാണെങ്കിൽ അതൊരു നല്ല സ്ഥാപനമായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു വളരെ സാധാരണപ്പെട്ടൊരു കോളേജിൽ പഠിക്കുന്ന ഗുണം പോലും നിങ്ങൾക്ക് കിട്ടാതെ പോകും. അപ്പോൾ വെറുതെ ഒരു ഫോറിൻ കൺട്രിയിലേക്ക് അയക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ഏതെങ്കിലും ഒരു കോളേജിൽ വിട്ട് പഠിപ്പിക്കുക എന്ന കാര്യം മനസ്സിൽ വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നോയാണ്. നിങ്ങൾ വെറുതെ അങ്ങനെ ചെയ്തിട്ട് നിങ്ങളുടെ കാശും സമയവും കളയാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ കുട്ടി നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുകയാണ്, അതായത് ഒരു Tier 1 കാറ്റഗറി പെട്ട ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുന്നു. അത് കുട്ടിയെ സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് ഓക്കെയാണ്. ഇതെല്ലാം ഓക്കെയാണ് എങ്കിൽ നിങ്ങൾ ഫോറിൻ കൺട്രിയിൽ UG ചിന്തിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നല്ല സ്ഥാപനങ്ങളുണ്ട്. കുട്ടിയോട് നന്നായി പഠിക്കാൻ പറയൂ. നല്ല രീതിയിൽ ഏതെങ്കിലുമൊക്കെ എൻട്രൻസ് എക്സാമിനേഷൻസ് ക്ലിയർ ചെയ്തുകൊണ്ട് ടോപ്പായിട്ടുള്ള സ്ഥലത്ത് നമ്മുടെ കുട്ടി പഠിക്കട്ടെ, അതിനൊരു പ്രശ്നവുമില്ല. എന്നിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ സമയത്ത് നമുക്കിനി ഫോറിന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ചിന്തിക്കാം. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.